തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ ജോസഫ് വിജയുടെ മകൻ ജേസൺ സഞ്ജയ് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണ് സിഗ്മ. സന്ദീപ് കിഷൻ നായകനായെത്തുന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ അണിയറ പ്രവർത്തകർ തുടങ്ങിക്കഴിഞ്ഞു. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ജേസൺ തന്റെ അച്ഛൻ വിജയിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ബിഹൈൻഡ് വുഡ്സ് തമിഴിന് നൽകിയ അഭിമുഖത്തിലാണ് ജേസൺ ഇക്കാര്യം പങ്കുവച്ചത്. ജേസൺ സ്റ്റാർഡം സിഗ്മ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളോടൊപ്പം സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചാൽ തമിഴ് സിനിമയിൽ നിന്ന് ആരെയാണ് അദ്ദേഹത്തോടൊപ്പം അഭിനയിപ്പിക്കാൻ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം. ഒരു നിമിഷം പോലും ആലോചിക്കാതെ എൻ്റെ അപ്പ. ഇരുവരും ഒരുമിച്ചാൽ അത് മികച്ചൊരു കൂട്ടുകെട്ടായിരിക്കും. ജേസൺ സ്റ്റാർഡം ഈ വീഡിയോ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നായിരുന്നു ജേസന്റെ മറുപടി. ഇതിന് പിന്നാലെ ഇത് കേട്ടാൽ ആളുകൾ ട്രോളുകളും മീമുകളും തുടങ്ങും എന്നും അദ്ദേഹം തമാശയായി കൂട്ടിച്ചേർത്തു. കുട്ടിക്കാലം മുതൽ ഒരുപാട് സെറ്റുകളിൽ പോകുമായിരുന്നു. അതൊരു പ്രിവിലേജും എക്സ്പ്ലോഷറുമായിരുന്നു. ബാക്കിയുള്ളവർ സിനിമയെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായി കാണുമ്പോൾ എനിക്ക് സിനിമയുടെ മേക്കിംഗ് ജീവിതത്തിൻ്റെ ഭാഗമായി തോന്നി. സിനിമയെ ഹോബിയായി കണ്ടു തുടങ്ങിയത് അവിടെ മുതലാണ് എന്നാണ് ജേസൺ പറഞ്ഞത്. അതേസമയം വിജയ് കുടുംബവുമായി അകൽച്ചയിലാണെന്നും മക്കളോട് മിണ്ടാറില്ലെന്നുമൊക്കെ തമിഴ് മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ജേസന്റെ മറുപടി. വിജയിയുടെ വേട്ടൈക്കാരൻ എന്ന ചിത്രത്തിലാണ് നേരത്തെ ജേസൺ സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ളത്. ഞാൻ അടിച്ചാൽ താങ്ക മാട്ടേൻ എന്ന പാട്ടിൽ വിജയ് സ്റ്റൈലിൽ ഡാൻസ് കളിച്ച് അന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജേസൺ. ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. 2024 നവംബറിലായിരുന്നു ജേസൺ സഞ്ജയുടെ സംവിധാന സംരംഭത്തിൻ്റെ പ്രഖ്യാപനം നടന്നത്. നേരത്തെ ജൂലൈ 31-നായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിവയ്ക്കുകയായിരുന്നു. ഫാരിയ അബ്ദുള്ള, സാജു സുന്ദരം, സമ്പത്ത് രാജ്, ശിവ് പണ്ഡിറ്റ്, യോഗ് ജാപ്പി, അൻബു ദാസൻ, കിരൺ കൊണ്ട, മഗലക്ഷ്മി സുദർശൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്.